ധനുഷ് ആ പേര് കേട്ടിട്ടുണ്ടാവാത്ത ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഒരു അഡ്മയർ ചെയ്ത് വന്നിരുന്ന ഒരു നടനാണ് ധനുഷ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മലയാളി പ്രേക്ഷകരായാലും അതിപ്പോൾ തമിഴ് പ്രേക്ഷകരായാലും ഇപ്പം സത്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹോളിവുഡ് ലെവലിൽ വരെ അത്രയും നന്നായി തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ധനുഷ്. അപ്പോൾ ധനുഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1983 28 ജൂലൈയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കസ്തൂരി രാജ എന്ന മികച്ച ഡയറക്ടറായിരുന്നു, ഒരു കാലത്ത് വലിയ പേരറിയപ്പെട്ടിരുന്ന ഡയറക്ടറായിരുന്ന കസ്തൂരി രാജയുടെ മകനാണ് നമ്മുടെ സ്വന്തം ധനുഷ്. അപ്പോൾ ധനുഷിനെ പറ്റി പറയുമ്പോൾ തൻ്റെ കുട്ടിക്കാലം മുതൽ എന്താണ് പറയുക, ഈ സിനിമയും ആ ഒരു ഫീൽഡിലും സിനിമ കണ്ടു വളർന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. കാരണം തൻ്റെ വീട്ടിൽ തൻ്റെ പിതാവ് ഒരു ഡയറക്ടറായി ഇരിക്കുമ്പോൾ ഒട്ടനവധി സിനിമകൾ കാണുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയും വർക്ക്സും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളർന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ എല്ലാ സിനിമയിലും നമുക്ക് ഒരു വേഴ്സറ്റാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇങ്ങനെ അഡ്മയർ ചെയ്ത് വന്ന ഒരു നടൻ എന്നുള്ളൊരു നിലയിൽ എനിക്ക് എടുത്തു പറയാൻ തക്ക രീതിക്ക് കുറേ മൂവീസ് ഉണ്ട്. പ്രത്യേകിച്ച് തമിഴ് മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ 3 എന്ന മൂവി. 3 എന്ന മൂവിയിലൂടെ ധനുഷ് തൻ്റെ കഴിവ് തെളിയിച്ചത് എല്ലാവർക്കും അറിയാം. ഒരു റൊമാൻസ് ആ ഒരു കാലത്ത് ഇത്രയും നന്നായി റൊമാൻസ്, അതും സ്കൂൾ ലൈഫ് മുതൽ തൻ്റെ ജോലിയും ആ ഒരു വലിയ പ്രായത്തിലോട്ട് എത്തുന്നതും അതിലൂടെ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും ഒക്കെ ആ മൂവിയിൽ കാണാൻ സാധിക്കുമ്പോൾ ധനുഷിൻ്റെ ആ ഒരു റീച്ച് അവിടെ നിന്ന് തൊട്ടാണ് കയറി തുടങ്ങുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട മൂവീസ് എന്ന് പറയുമ്പോൾ കുറേ കൾട്ട് മൂവീസ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും ആലോചിച്ചാലും ധനുഷ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മൂവീസാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് മാരിയുടെ 1ാം മൂവിയും 2ാം പാർട്ടും നല്ല രീതിയിൽ പോപ്പുലറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം സാധാരണ എനിക്ക് പറയാനുള്ളത് ചില മൂവീസ് എന്ന് പറയുമ്പോൾ അതൊരു കൾട്ട് മൂവീസാണ്. ഇപ്പോൾ രണ്ടാമതൊരു പാർട്ട് ഇറക്കുമ്പോൾ അതിന് വലിയതായിട്ട് പോപ്പുലാരിറ്റി നേടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കമൽഹാസൻ്റെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ അത് ഇറങ്ങി. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു മോശം റിവ്യൂ ആണ് ആ മൂവിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാൽ ധനുഷിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ധനുഷിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറങ്ങിയ 2 മൂവീസ് ഉണ്ട്. എൻ്റെ മനസ്സിൽ വരുന്ന 2 മൂവീസ് എന്ന് പറയുമ്പോൾ ഒന്ന് മാരി, ആ കൾട്ട് മൂവീനെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരേപോലെ വിജയിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ധനുഷ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പുള്ളിയുടെ കഴിവ് മനസ്സിലാക്കാം. അതുപോലെ എനിക്ക് എടുത്ത് പറയാനുള്ള വേളയില്ല പട്ടധാരി എന്ന് പറയുന്ന VIP എന്ന മൂവി, അതിൽ അമല പോളാണ് നായിക വേഷം ചെയ്യുന്നത്. അതിലെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നോർമൽ ആ ഒരു നാച്ചുറൽ ആക്ടിങ് ഒക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിലെ മുതൽ ഇപ്പോൾ ഞാൻ ഈ സിനിമ കാണുന്നതും അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയുമ്പോൾ എനിക്ക് ചില നടന്മാരെ ഇങ്ങനെ അഡ്മയർ ചെയ്യുന്ന പോലെ ആണ് എനിക്ക് ധനുഷിനെ ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ ആ ഒരു നാച്ചുറാലിറ്റി അത് എല്ലാ മൂവീസിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിലാണ് പുള്ളിയുടെ മൂവീസിൽ നിന്ന് തുടങ്ങിയത്. കാരണം എൻ്റെ ഓർമ്മയിൽ തമിഴ്നാട്ടിലെ പുള്ളീനെ ആദ്യത്തെ, അതായത് ധനുഷിനെ തമിഴ്നാടിൻ്റെ ബ്രൂസ്ലി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള നിലയിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മികച്ച നടൻ. കാരണം എല്ലാ തരത്തിലുള്ള റോളും ചെയ്യുക എന്നുള്ള കാര്യം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആക്ഷൻ ഹീറോ എന്നുള്ള നിലയിൽ തന്നെ തുടങ്ങിയത് കൊണ്ടും അത് ആ ഒരു കഴിവ് പുള്ളി എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല തമിഴ് മൂവീസ് മാത്രമല്ല, എനിക്ക് എടുത്തു പറയാനുള്ളത് വേറെ കുറേ മൂവീസ് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ പുള്ളിയുടെ ഹോളിവുഡിലും ധനുഷിൻ്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ ഹിന്ദി മൂവീസിൽ, അങ്ങനെ ഒട്ടനവധി ലാംഗ്വേജസിൽ തന്നെ, അതായത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ധനുഷ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ചില മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേ മാൻ എന്ന മൂവിയാണ് ഹോളിവുഡിൽ നമ്മുടെ ധനുഷിൻ്റെ ആ ഒരു സ്റ്റാർഡം കൊണ്ടുവന്നതും ഹോളിവുഡിൽ വളരെയധികം ധനുഷിനെ റെക്കഗ്നൈസ് ചെയ്ത ഒരു മൂവിയാണ് ഗ്രേ മാൻ എന്നാണ് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നത്. കാരണം നമ്മുടെ റയാൻ ഗോസ്ലിങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്രിസ് ഇവാൻസിൻ്റെയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ധനുഷിന് ആ മൂവിയിൽ റോള് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു ആക്ഷൻ മൂവിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും, കാരണം നമുക്കറിയാം കുറേ ബാക്കിയുള്ള തമിഴ് നടന്മാരെ വെച്ച് നോക്കുമ്പോൾ ബോഡി വൈസ് ആയാലും സ്ട്രക്ചർ വൈസ് ആയാലും ഒരുപാട് മറ്റേ 6 പാക്കോ അല്ലെങ്കിൽ വലിയ ബൾക്കി ആയിട്ടുള്ള ബോഡിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു ബോഡിയിൽ പുള്ളി വളരെ മനോഹരമായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്തു എന്നുള്ളതാണ് എന്നെ വളരെയധികം സർപ്രൈസ് ചെയ്ത ഒരു കാര്യം. കാരണം
റയാൻ ഗോസ്ലിങ്ങിനെ പോലുള്ള വലിയ നടൻ. കാരണം ഹോളിവുഡിൽ വളരെയധികം പോപ്പുലാരിറ്റി, ഹോളിവുഡിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ചും ഞാനും പുള്ളിയെ വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു നടനാണ്. മാത്രമല്ല ക്രിസ് ഇവാൻസ് ആണ് അതിലെ ഒരു ആന്റി ഹീറോ അല്ല, ഒരു നെഗറ്റീവ് റോളിൽ വരുന്നത് ക്രിസ് ഇവാൻസ് ആണ്. അപ്പോൾ ക്രിസ് ഇവാൻസും റയാൻ ഗോസ്ലിങ്ങും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മൂവിയിൽ മിഡിലായിട്ട് നമ്മുടെ ധനുഷ് വന്ന് ആ രണ്ടുപേരെയും കടത്തി വെട്ടിക്കൊണ്ട് ആ മൂവിയിൽ ഒരു പുള്ളിയുടേതായ ഒരു ബേസ് ആ മൂവിയിൽ ഉണ്ടാക്കിയെടുക്കണം. സത്യം പറഞ്ഞാൽ ആ മൂവി പോപ്പുലർ ആവാൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ധനുഷിൻ്റെ ആക്ടിങ്ങും ധനുഷിൻ്റെ റോളുമാണ്. അപ്പോൾ അതിലൂടെ തന്നെ ഇപ്പോൾ ഒരുപാടധികം പാൻ ഇന്ത്യൻ ലെവൽ മാത്രമല്ല ഹോളിവുഡിലും അഭിനയിച്ച ധനുഷ് വളരെയധികം തൻ്റെ കഴിവ് എല്ലാ മേഖലയിലും തെളിയിച്ചു എന്ന് വേണം പറയാൻ. മാത്രമല്ല ധനുഷ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടെയാണ്. നമ്മുടെ തമിഴ് മൂവിയായ തിരുച്ചിത്രമ്പലത്തിൽ പുള്ളിയുടെ ഫേമസ് ഒരു പാട്ടുണ്ട്, അതായത് തേൻമൊഴി എന്നൊരു നല്ലൊരു ഭംഗിയേറിയ ഒരു പാട്ട് നമ്മുടെ ധനുഷ് പാടിയിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി മൂവീസിൽ തൻ്റെ കഴിവ് പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയിലും അഭിനയം എന്നുള്ള നിലയിലും നമ്മുടെ ധനുഷ് തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല എടുത്തു പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ വരുന്നത് കുറച്ച് മൂവീസാണ്. അത് പറയുമ്പോൾ തമിഴ് മൂവീസിൽ തന്നെ ഹിന്ദി മൂവീസാണ്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഇനി പറയേണ്ടത് ഹിന്ദി മൂവീസാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ധനുഷ് ചെയ്തിലുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു അണ്ടർ റേറ്റഡ് മൂവിയാണ്. എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു മൂവി എന്ന് പറയുമ്പോൾ എന്നും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ആ മൂവി. അതെന്ന് പറയുമ്പോൾ രാഞ്ചാന എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയുണ്ട്. അതിൽ ധനുഷും സോനം കപൂറുമാണ് ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മൂവി എന്ന് പറഞ്ഞാൽ വളരെയധികം നന്നായിട്ട് ഒരു അണ്ടർ റേറ്റഡ് മൂവിയാണ് സത്യം പറഞ്ഞാൽ. അതൊരു ധനുഷിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ ലൈഫിൽ നിന്ന് അതും ഒരു റൊമാൻറ്റിക് ടൈപ്പ് മൂവിയാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റോറിയും മാത്രമല്ല ധനുഷ് ആ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന രീതി, അതൊക്കെ ആർക്കെങ്കിലും കൊണ്ട് സാധിക്കുമോ? സത്യം പറഞ്ഞാൽ അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ഒരു നടൻ അത് നമുക്ക് എണ്ണാവുന്നതിൽ കുറച്ചേ കാണുള്ളൂ. കാരണം അതുപോലെ ഹിന്ദി മൂവി വേറൊന്നും കൂടെ ഉണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്ന, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട അക്ഷയ് കുമാറിനൊപ്പം അഭിനയിച്ച അട്രങ്കി രേൻ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ആ മൂവിയിലും ധനുഷ് വളരെ നന്നായിട്ട് തൻ്റെ മികവ് തെളിയിച്ചു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം നിങ്ങളെല്ലാവരും ആ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ വേറൊരു മൂവി ഉള്ളതെന്ന് പറയുമ്പോൾ ദ എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ഫക്കീർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതും ഹോളിവുഡിലൊരു മൂവിയാണ്. അതും വളരെയധികം മികച്ച ഒരു മൂവി ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടനവധി റോള്, ആക്ഷൻ, ഇമോഷണൽ, അതേപോലെ എല്ലാ തരത്തിലുമുള്ള റോളുകൾ ചെയ്യുന്ന ഒരു നടൻ എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിനപ്പുറം നമുക്ക് പറയേണ്ടത് ഒരുപാട് മൂവീസ് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. ധനുഷ് തന്നെ അഭിനയിച്ച പവർ പാണ്ഡ്യ എന്ന മൂവി അതെല്ലാവർക്കും അറിയായിരിക്കും. അത് ധനുഷ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. അതും നല്ല ഒരു മികച്ച മൂവി തന്നെയായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ധനുഷിൻ്റെ 50ാമത്തെ പടവും സ്വന്തമായി ഡയറക്റ്റും ചെയ്ത് സ്വന്തമായി കഥയും എഴുതിയ ആ ഒരു മൂവി ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം രായൻ. അത് വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതുപോലെ തന്നെ എനിക്കൊരു വളരെയധികം ഇൻസ്പിറേഷണലായ, എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാടധികം യൂത്തിന് ഇൻസ്പിറേഷണലായ ധനുഷിന് ഇപ്പം 40ാമത്തെ വയസ്സായി. അപ്പോൾ ഇനി 41ാമത്തെ വയസ്സിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനുഷിന് എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും നമ്മുടെ മലയാളി ജനങ്ങളുടെയും എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ.